നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നൊരു ടോപ്പിക്ക് ഹൗ ടു ടീച്ച് ചിൽഡ്രൻ ഇംഗ്ലീഷ്. എങ്ങനെ നമ്മുടെ കുട്ടികളെ നമ്മുടെ വീട്ടിൽ വെച്ച് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റും. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ. നിലവിലെ സ്കൂൾ ലേണിംഗ് സിസ്റ്റത്തിൽ നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നത് തികച്ചും ടെക്സ്റ്റ് ബുക്ക് കേന്ദ്രീകൃത പഠനത്തിൽ കൂടിയാണ്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ദീർഘകാലയളവിൽ കുട്ടികൾ കണ്ണുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനുള്ള ഒരു പാഴ്ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ +2 കഴിയുമ്പോഴേക്കും ഭൂരിപക്ഷം കുട്ടികൾക്കും ആ ഭാഷ സുഗമമായി സംസാരിക്കാനുള്ള ശേഷി കൈവരിക്കുന്നില്ല. വളരെ അപൂർവം കുട്ടികൾ മാത്രം അവരുടെ സവിശേഷമായ കഴിവുകൾ കൊണ്ട് ആ ഭാഷ ആർജിച്ചെടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് എന്നത് ഒരു ലോക ഭാഷയാണ്. നിലവിലെ ലോകക്രമത്തിൽ തൊഴിൽ ജീവനത്തിന് മുന്നേറാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും നിർബന്ധമായും 7ാം ക്ലാസ്സിന് മുന്നേ മലയാളം പോലെ തന്നെ, ഏറ്റവും ചുരുങ്ങിയത് 7ാം ക്ലാസ്സിന് മുന്നേ മലയാളം പോലെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനുള്ള ശേഷി കൈവരിച്ചിരിക്കണം. നമ്മൾ എങ്ങനെയാണ് മലയാളം പഠിക്കുന്നത്? വളരെ സ്വാഭാവികമായിട്ടും വീട്ടിൽ രക്ഷിതാക്കൾ സംസാരിക്കുന്ന ഭാഷയാണ് കുട്ടികൾ സംസാരിക്കുന്നത്. ഏകദേശം 3 വയസ്സാകുമ്പോഴേക്കും എല്ലാ കുട്ടികളും മലയാളം സുഗമമായി സംസാരിക്കാനുള്ള ശേഷി ആർജിച്ചെടുക്കുന്നുണ്ട്. വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണോ അത് കുട്ടികളും ആർജിച്ചെടുക്കും. അതിനുശേഷമാണ് നമ്മൾ പിന്നീട് മലയാളം വ്യാകരണവും എഴുത്തൊക്കെ പഠിക്കുന്നത്. അതേസമയം ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് അതിൻ്റെ അക്ഷരമാലാക്രമവും വ്യാകരണവും ഒക്കെയാണ്. എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത്. അപ്പോഴേക്കും ഈ വ്യാകരണ പഠനം അവിടെ സംസാരത്തിന് ഒരു വലിയ തടസ്സമായി മാറുന്നു. ഇംഗ്ലീഷ് ഒരു ടൂള് മാത്രമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാ സബ്ജക്റ്റുകളും പഠിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്നത് ഒരു ടൂള് മാത്രമായി പഠിക്കണം. അതിന് പകരം ടൂളിനെ പറ്റി ദീർഘകാലം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. നിലവിലെ സിസ്റ്റത്തിൽ കൂടി കുട്ടികൾ കടന്നു പോകുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇംഗ്ലീഷ് ഭാഷ ഡിഫിക്കൽട്ടാണ്, ടഫാണ്, ബോറാണ് എന്നുള്ളതാണ്. ആ സിസ്റ്റം മാറി വരാൻ കാലമെടുക്കും. നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മുടെ വീട്ടിൽ വെച്ച് എങ്ങനെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റും. വളരെ എഫക്റ്റീവായിട്ട് കോൺഫിഡൻസോടുകൂടി അപകർഷതാബോധമില്ലാതെ ഫ്ലുവൻസിയോടുകൂടി ഇംഗ്ലീഷിനെ സ്നേഹിച്ചുകൊണ്ട് മലയാളം പോലെ സംസാരിക്കാൻ എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പുതിയ തലമുറയിലെ രക്ഷിതാക്കളിൽ ഭൂരിപക്ഷത്തിനും മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷനെങ്കിലും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മിനിമം ഇംഗ്ലീഷ് ഉണ്ടാവും. ഗ്രാമറിനെ കുറിച്ച് വറിയിടാവേണ്ട ആവശ്യമില്ല. പ്രൊനൗൺസിയേഷനെ കുറിച്ചിട്ട് വറിയിടാവേണ്ട ആവശ്യമില്ല. കുട്ടികളുടെ ബെസ്റ്റ് ടീച്ചറായി മാറാൻ പറ്റുന്നത് രക്ഷിതാക്കൾക്കാണ്. എന്തുകൊണ്ട്? കാരണം ഇമോഷണലി ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ളത് കുട്ടികൾക്ക് രക്ഷിതാക്കളുമായിട്ടാണ്. കുട്ടികളുടെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ഫീലിങ്ങുകൾ അവർ ഷെയർ ചെയ്യുന്നത് സ്വന്തം രക്ഷിതാക്കളുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് കുട്ടികളുടെ തിങ്കിങ് ലാംഗ്വേജായി മാറുക. മലയാളത്തോടൊപ്പം ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ പഠിക്കുമെങ്കിൽ ഒരേ സമയം 2 ഭാഷയിൽ ചിന്തിക്കുവാനും സംസാരിക്കുവാനുള്ള ശേഷി വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികൾ കൈവരിക്കും. ബൈലിംഗ്വൽ ലേണിംഗ് നടക്കും. ഒരേ സമയം 2 ഭാഷ ഉപയോഗിക്കാനുള്ള ശേഷി. അതിന് അവർക്ക് കോൺഫിഡൻസ് നൽകാൻ പറ്റുന്നത് രക്ഷിതാക്കൾക്കാണ്. ഫ്ലുവൻസി നൽകാൻ പറ്റുന്നത് രക്ഷിതാക്കൾക്കാണ്. അപകർഷതാബോധമില്ലാതെ സംസാരിക്കാനുള്ള ശേഷി വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് കൈവരിക്കാൻ പറ്റുന്നത് രക്ഷിതാക്കളിൽ നിന്നാണ്. എങ്ങനെ? ഹൗ ഡു യു ടീച്ച് ഇംഗ്ലീഷ്? എങ്ങനെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും? അതിനായി ഏറ്റവും ചുരുങ്ങിയത് ഒരു 15-20 മിനിറ്റെങ്കിലും ഹാപ്പി ടൈം ഒരു ദിവസം കണ്ടെത്താൻ പറ്റണം. അങ്ങനെ ഒരു 5 ദിവസമെങ്കിലും ഹാപ്പി ഇംഗ്ലീഷ് ടൈം കുട്ടികളോടൊത്ത് ചെലവഴിക്കാൻ പറ്റണം. എല്ലാവർക്കും ആക്ഷൻ ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് ആക്ഷൻ. ആക്ഷൻ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആക്ഷനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. കം ഹിയർ, ടേക്ക് ദിസ്, സ്റ്റാൻഡ് അപ്പ്, ഗോ ദർ. വളരെ ഈസി ആയിട്ട് ഒരു ഭാഷ അറിയാത്തവർക്കും നമ്മൾ ആക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആക്ഷൻ, ഡെമോൺസ്ട്രേറ്റ്, സേ ഇൻ ഇംഗ്ലീഷ്. ഡെമോൺസ്ട്രേഷനെ ഇംഗ്ലീഷിൽ പറയുകയും ചെയ്യുക. സിമ്പിൾ വേർഡ് ഉപയോഗിച്ചിട്ട് കുട്ടികൾ വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യും. ഒരു കാരണവശാലും ട്രാൻസ്ലേറ്റ് ചെയ്യരുത്, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കും. കുട്ടികളുമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധ്യതയുള്ള
ഹാപ്പി ഇംഗ്ലീഷ് ടൈം ഏതൊക്കെയാണ്? ബെസ്റ്റ് ടൈമാണ് ഫീഡിങ് ടൈം. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം. അതിനായി കുട്ടികളെ ഇരുത്തുമ്പോൾ ഫേസ് ടു ഫേസ് ഇരുത്താൻ ശ്രദ്ധിക്കുക. അതിനായി കുട്ടികളെ ഒരു ഹൈ ചെയറിൽ ഇരിക്കുക, രക്ഷിതാവ് ഓപ്പോസിറ്റ് ഇരിക്കുക. ആ സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ, സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. ടേക്ക് ദിസ് ഫുഡ്, ടേക്ക് ദിസ് ഫുഡ്, ടേക്ക് ദിസ് ഫുഡ് വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്, ഡോണ്ട് യുവർ ലെഫ്റ്റ് ഹാൻഡ്. ദിസ് ഇസ് യുവർ ലെഫ്റ്റ് ഹാൻഡ്, ദിസ് ഇസ് യുവർ റൈറ്റ് ഹാൻഡ്. ടേക്ക് വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്. Take it. Take small amount. Put into your mouth. Open the mouth or put into your mouth. Then chew it. Chew it again and again. And swallow. Drink the water, take the water. Take the water with your left hand. This is your left hand. Take the water with your left hand and drink it. ബെസ്റ്റ് ഹാപ്പി ടൈമാണ് ഫുഡ് കഴിക്കുന്ന സമയം. അപ്രിഷിയേറ്റ് ചെയ്യുക. ഗുഡ് ജോബ്, വെൽ ഡൺ. ഇടയ്ക്കിടയ്ക്കേ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ കാര്യങ്ങൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ക്ലാപ്പ് ചെയ്യാം. ഗുഡ് ജോബ്. മറ്റൊരു ടൈമാണ് ഡ്രസ്സിങ് ടൈം. കുട്ടികൾ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി വാശി പിടിക്കും കുട്ടികൾ. ഇന്ന ഡ്രസ്സ്. ബെസ്റ്റായിട്ട് 2 ഡ്രസ്സ് എടുക്കുക. വിച്ച് വൺ ഡു യു വാണ്ട്? ദിസ് വൺ ഓർ ദിസ് വൺ? ദിസ് ഇസ് ബ്ലൂ കളർ, ദിസ് ഇസ് റെഡ് കളർ. വിച്ച് വൺ ഡു യു വാണ്ട്? Which one do you want? This one or this one? You can demonstrate. This is blue color. This is green color. Which one do you want? This trouser do you want? Yes. Good. Take your right leg. Put into the trouser. This is your right leg. Put into the trouser. Yes. Good. This is your left leg. Put into the trouser. Yes. Good. Well done girl. Well done boy. Appreciate it. The best time on dressing time. ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതായാലും ഡ്രസ്സിങ്ങിൻ്റെ ആയാലും ഒരു ദിവസം തന്നെ ഒരുപാട് സമയം കുട്ടികളും രക്ഷിതാക്കളും ഒത്തുചേരുന്ന ഒരുപാട് സമയമുണ്ട്. സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുക, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുക, എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുക. സെയിം സെൻറ്റൻസ് എഗെയിൻ ആൻഡ് എഗെയിൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, ആക്ഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. സേ ഇൻ ഇംഗ്ലീഷ്, ഓട്ടോമാറ്റിക്കലി ദേ വിൽ ക്യാച്ച് ഇറ്റ്. അതുപോലെ സിമ്പിൾ കമാൻഡ് നൽകുക. സിമ്പിൾ കമാൻഡുകൾ. ഗോ ദർ, ടേക്ക് ദ ടോയ്. ഗോ ദർ, ടേക്ക് ദ ടോയ്. Come here, place here. Place on the table. Take that book. Don't throw out the book. Take that book. Place here. Good job. This is your book. This is your toy. Don't break it. This is your best toy. This is your small toy. That is your big toy. This is your small toy. That is your big toy. Demonstrate. Say in English. Demonstrate the action and say in the English. Repeat it again and again. And appreciate. അഭിനന്ദിക്കുക. കുട്ടികൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിനെ അഭിനന്ദിക്കുക. Congratulate them. Appreciate them. Say in English. Never use മലയാളം. ആ സമയത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനിടയിൽ മലയാളം ഉപയോഗിക്കരുത്. മലയാളം ട്രാൻസ്ലേഷൻ ഉപയോഗിക്കരുത് ഒരു കാരണവശാലും. ഫുഡ് ടൈം, ഡ്രസ്സിംഗ് ടൈം, സിമ്പിൾ കമാൻഡ്സ്. Appreciate, congratulate, repeat again and again. മറ്റൊരു കാര്യമാണ് ചുറ്റുപാടും കാണുന്ന ഒബ്ജക്റ്റുകളെ പോയിന്റ് ചെയ്യുക. സേ ദ നെയിം. പോയിന്റ് ദ ഒബ്ജക്റ്റ് ആൻഡ് സേ ദ നെയിം. വളർന്നു വരുന്ന പ്രായത്തിൽ കുട്ടികൾക്കുള്ള ക്യൂരിയോസിറ്റിയാണ് അതെന്നാണ് എന്ന് ചോദിക്കാം. ആ സമയത്ത് ദിസ് എ കാറ്റ്, ദിസ് എ ബാഗ്, ദിസ് എ ഡോഗ്, ദിസ് എ ബുക്ക്, ദിസ് എ പെൻ, ദാറ്റ്സ് എ ട്രീ, ദാറ്റ്സ് എ ക്രോ. ചുറ്റുപാടും കാണുന്ന ഒരുപാട് ഒബ്ജക്റ്റുകൾ, നമുക്ക് ഇഷ്ടം പോലെ ഒബ്ജക്റ്റുകളും അവയുടെ പേരും പരിചയപ്പെടുത്താൻ പറ്റും. റിപ്പീറ്റ് ചെയ്യുക, ദിവസവും റിപ്പീറ്റ് ചെയ്യുക. again. Use simple words, simple real life words. Don't use abstract words. കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ ഒഴിവാക്കുക. ഐഡിയ, ലൈഫ്, സ്കിൽ തുടങ്ങിയ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ ഒഴിവാക്കിക്കൊണ്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മനസ്സിലാകുന്ന റിയൽ ലൈഫിലുള്ള വേർഡ്സ് ഉപയോഗിക്കുക. ഷോർട്ട് സെൻറ്റൻസ്, കം ഹിയർ, ഗോ ദർ, ഓപ്പൺ ഇറ്റ്, ടേക്ക് ദിസ്, പ്ലേസ് ദർ. സിമ്പിൾ വേർഡ്സ്, ഷോർട്ട് സെൻറ്റൻസ്. റിയൽ ലൈഫിൽ വരുന്ന ആക്ഷൻ വേർബ്സ് ഉപയോഗിക്കുക. റിപ്പീറ്റ് ചെയ്യാം again and again. എങ്കിൽ മാത്രമേ കുട്ടികളുടെ ലോങ് ടേം മെമ്മറിയിൽ അവിടെ റീഇൻഫോഴ്സ് ചെയ്ത് പ്രബലപ്പെടുത്തി കിടക്കുകയുള്ളൂ. ലോങ് ടേമിലേക്ക് നമുക്ക് കുട്ടികൾക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം again and again. ആ സമയത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. കുട്ടികളുടെ ബ്രെയിനിൽ അത്തരം വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഫീലിംഗ് കൂടി ഉണ്ടാകുമ്പോൾ
ആക്ഷൻ കൂടി ഉണ്ടാകുമ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് അവിടെ റീഇൻഫോഴ്സ് ചെയ്യപ്പെടും. മറ്റൊരു ഐഡിയ ആണ് ഹാപ്പി ടൈം വിത്ത് സിമ്പിൾ പിക്ചർ ബുക്ക്. സിമ്പിൾ പിക്ചറുള്ള സെൻറ്റൻസ് തീരെ ഇല്ലാത്ത ബുക്കുകൾ, കളർ പിക്ചേഴ്സ് ഉള്ള ബുക്കുകൾ സെലക്ട് ചെയ്യുക. ആ ബുക്കുകളിലെ പിക്ചേഴ്സിനെ കുറിച്ച് നരേറ്റ് ചെയ്യുക, സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് പറയുക. ടെൽ അബൌട്ട് ദ സിറ്റുവേഷൻ. സെൻറ്റൻസ് വായിക്കുന്നതിന് പകരം ആ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുക, നരേറ്റ് ചെയ്യുക, വിവരിക്കുക. ഇറ്റ്സ് എ കാറ്റ്. ഇറ്റ്സ് എ സ്മോൾ കാറ്റ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്മോൾ കാറ്റ്. This cat is drinking water. Nyam, nyam, nyam. This cat is drinking water. That time, a big dog came there and started to bark. Bow, bow, bow. That time, the cat meow, meow, meow. Then the dog ran away. The dog ran away. ഇങ്ങനെ സിറ്റുവേഷൻ പിക്ചറുകൾ, ചെറിയ സിമ്പിൾ പിക്ചേഴ്സ് ഉള്ള ബുക്കുകളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ടെൽ അബൌട്ട് ദ സിറ്റുവേഷൻ, നരേറ്റ് ചെയ്യുക. സെൻറ്റൻസ് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം ബുക്കുകൾ സെലക്ട് ചെയ്യുക. അത്തരം ഒരുപാട് ബുക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരം ബുക്കുകളെ കുറിച്ച് ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം. രക്ഷിതാക്കൾക്ക് പറ്റുന്നൊരു അബദ്ധമാണ് ഒരുപാട് ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കും. ഒരുപാട് കളർഫുള്ളായ പേജുകളുള്ള ബുക്കുകൾ വളരെ ചെറിയ പ്രായത്തിൽ വാങ്ങിച്ചു കൊടുക്കും. കുട്ടികൾ അതിങ്ങനെ ഷഫിൾ ചെയ്ത് പോകും. പ്രത്യേകിച്ച് ഒന്നിനും ശ്രദ്ധയില്ലാതെ അവരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. പകരം ഒരു പീരീഡിൽ ഒരു 1.5 വയസ്സ് മുതൽ 2.5 വയസ്സ് വരെയാണെങ്കിൽ ഒരു 10 ബുക്ക്, ഒരു ബെസ്റ്റ് ബുക്കുകൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക കുട്ടികൾ. അപ്പോൾ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അത്തരം സിറ്റുവേഷൻസുകൾ നരേറ്റ് ചെയ്യുക. ടെൽ അബൌട്ട് ദ സിറ്റുവേഷൻ. അതൊരു ബെസ്റ്റ് ലാംഗ്വേജ് ക്യാച്ച് ചെയ്യാനുള്ള ബെസ്റ്റ് ഐഡിയ ആണിത്. ഇത്തരം പ്രാക്ടീസുകളുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ ആസ്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ടു യുവർ കിഡ്സ്. ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ദാറ്റ്? സ്വാഭാവികമായിട്ടും കുട്ടികൾ റിപ്ലൈ മലയാളത്തിൽ തരും. അഥവാ മലയാളത്തിൽ തന്നില്ലെങ്കിലും ആൻസർ നിങ്ങൾ മലയാളത്തിൽ കൊടുക്കരുത്. പകരം നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ അതിൻ്റെ ആൻസർ പറയുക. വാട്ട് ഈസ് ദിസ്? ദിസ് എ ക്യാറ്റ്. വാട്ട് ഈസ് ദിസ്? ദിസ് എ ബുക്ക്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ്സ് എ മാംഗോ. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ്സ് എ ട്രീ. അതിന് സാധ്യതയില്ല. നിങ്ങൾ ഈ പ്രാക്ടീസ് ഇത്രയും മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ മലയാളത്തിലെങ്കിലും തരും. മലയാളത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് സക്സസ് ആണ്. 100% സക്സസ് ആണ്. കുട്ടികൾക്ക് കാര്യം പിടികിട്ടി. നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ മീനിങ് പിടികിട്ടി. കമ്മ്യൂണിക്കേഷൻ നടന്നു. വാട്ട് ഈസ് ദിസ്? ട്രഡീഷണൽ സിസ്റ്റത്തിലാണെങ്കിൽ വാട്ട് എന്ത്, ഈസ് ആകുന്നു, ദിസ് ഇത്. ഇതിനെ കണക്ട് ചെയ്തിട്ടാണ്, ഇതിനൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എടുത്തിട്ടാണ് കുട്ടി ഡീകോഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ട്രഡീഷണൽ ലേണിംഗ് സിസ്റ്റത്തിൽ നടക്കുന്നത്. പകരം ഇവിടെ ജെന്യൂനായിട്ട് കുട്ടി ഭാഷ പഠിക്കുകയാണ്. ഇതൊരു ബെസ്റ്റ് ടെക്നിക്കാണ്. കുട്ടികൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള ഒരു ബെസ്റ്റ് ടെക്നിക്കാണ് ഇത്ര നേരം പറഞ്ഞ കുറേ കാര്യങ്ങൾ. ഇത്തരം അവസരങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് ഇത്തരം ഒരു എക്സസൈസുകൾ ഒരു കാരണവശാലും കുട്ടിക്ക് ഒരു സ്റ്റഡി ടൈമായിട്ട് അല്ലെങ്കിൽ ഒരു പഠന സമയമായിട്ട് തോന്നരുത്. സ്റ്റഡി അല്ലെങ്കിൽ നമുക്ക് പഠിക്കാം എന്നുള്ള വാക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കുട്ടിക്ക് ഇതൊരു ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് തോന്നണം. ജസ്റ്റ് ഒരു ഹാപ്പി മൊമെൻ്റായിട്ട് തോന്നണം. ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കുട്ടിക്ക് തോന്നണം. ഒരു കാരണവശാലും കുട്ടിയെ നിർബന്ധിക്കരുത്. കുട്ടി എപ്പോഴാണോ ഹാപ്പി അപ്പോൾ മാത്രം തുടരുക. അവർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്കുകൾ, ഇംഗ്ലീഷ് പറയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാട്ടി പരിഹസിക്കാതിരിക്കുക. എപ്പോഴാണ് ഒരു ഭാഷ ഏറ്റവും ഫാസ്റ്റായിട്ട് പഠിക്കുന്നത്? നമ്മളെങ്ങനെയാണ് മലയാളം ഭാഷ ഏറ്റവും ഫാസ്റ്റായിട്ട് പഠിക്കുന്നത്? കാരണം നമ്മുടെ റിയൽ ലൈഫിലുണ്ടാകുന്ന മുഹൂർത്തങ്ങൾ എന്ന് പറയുന്നത് വളരെ ജെന്യൂനാണ്. അതുകൊണ്ടാണ് നമ്മൾ മലയാളം വളരെ ഫാസ്റ്റായിട്ട് പഠിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന മുഹൂർത്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സ്ക്രിപ്റ്റഡ് ലാംഗ്വേജുകളല്ല, റെഡിമെയ്ഡ് ടെക്സ്റ്റുകളല്ല നമ്മുടെ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മാതൃഭാഷ അത്രയും ഫാസ്റ്റായിട്ട് പഠിക്കുന്നത്. അതേ ടെക്നിക്ക് തന്നെയാണ് നമ്മളിവിടെ മറ്റൊരു ഭാഷയായ ഇംഗ്ലീഷ് പഠിക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ ഫാസ്റ്റായിട്ട് മലയാളം പോലെ തന്നെ പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കോൺഫിഡൻസോടുകൂടി, അപകർഷതാബോധമില്ലാതെ, ഫ്ലുവൻസോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് അതൊരു എക്സ്പീരിയൻസിൽ കൂടി ഞങ്ങൾ കടന്നു പോകുന്നതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ കുട്ടികൾ ഈ ഒരു ഏജിൽ കുട്ടികളുടെ വെക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ബുക്കുകളാണ് ഉപയോഗിക്കുന്നത്, സ്റ്റോറി ടെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ബുക്കുകളാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ഫോർ നൗ.